തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ റോഡ് ഷോ തത്സമയത്തിലേക്ക്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലം NDA സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു മണ്ഡലം കൂടിയാണ്. സ്വാധീന ശക്തിയായി BJP വളർന്നു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എങ്ങനെ വിലയിരുത്താം? രോഹിണി, തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി പരിവേഷമുള്ള മണ്ഡലമായി കഴിഞ്ഞു. ഇവിടെ NDAയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അഞ്ജലി നായരാണ്. അഞ്ജലി നായരെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. കാരണം തൃപ്പൂണിത്തുറക്കാർക്കും കേരളത്തിനുമൊക്കെ തന്നെ സുപരിചിതയായിട്ടുള്ള അഞ്ജലി നായർ ആണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അഞ്ജലി നായരുടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ ഉടനടി തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ റോഡ് ഷോയാണ് നടക്കുന്നത്. എല്ലാ നേതാക്കളും BJPയുടെ അതോടൊപ്പം തന്നെ NDAയുടെ നേതാക്കളൊക്കെ തന്നെയുണ്ട്. 2020യുടെ നേതാവായിട്ടുള്ള സാബു എൻ ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. BJPയുടെ നേതാവായിട്ടുള്ള KVS ഹരിദാസ്, BJP ജില്ലാ ജനറൽ സെക്രട്ടറി, നിരവധി പേരുണ്ട്. അഞ്ജലിയെ സംബന്ധിച്ച് അഞ്ജലി ഈ നാട്ടുകാരിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഒരു വിജയപ്രതീക്ഷ അഞ്ജലിക്കുണ്ട്. എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് അഞ്ജലി? എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? ഈ നാട്ടുകാരിയാണ്. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും. വിജയിച്ച് കയറാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അഞ്ജലി ഇവിടെ എല്ലാവർക്കും സുപരിചിതയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ജനങ്ങൾക്ക് എന്താണ് അഞ്ജലിയുടെ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്? എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും, അത് തന്നെയാണ്. കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഉറപ്പല്ലേ? അതെ, ഉറപ്പായിട്ടും. അഞ്ജലി ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എല്ലാ ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അഞ്ജലിയെ സംബന്ധിച്ച് അഞ്ജലി രാഷ്ട്രീയത്തിൽ ആദ്യമാണെങ്കിലും ഈ ഒരു താരസംഘടനയിലൊക്കെ തന്നെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച ഒരു പരിചയം അഞ്ജലിക്കുണ്ട്. അതൊക്കെ തന്നെയാണ് ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. അഞ്ജലി താരസംഘടനയിലൊക്കെ ഒരു പ്രവർത്തിച്ച പരിചയമുണ്ട്. ആ ഒരു അനുഭവ സമ്പത്ത് രാഷ്ട്രീയത്തിൽ നോക്കാം. എന്താണ് തൃപ്പൂണിത്തുറയ്ക്കൊക്കെ ആവശ്യം, അത് ഞാൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണെന്ന്. തീർച്ചയായിട്ടും അഞ്ജലിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്തായാലും പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. A ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിലാണ് BJP തൃപ്പൂണിത്തുറയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ 2020 നിർത്തിയ ഈ അഞ്ജലി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലൂടെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്, NDAക്കുണ്ട്. അത് മാത്രവുമല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിൽ സജീവമായിട്ട് വലിയൊരു സ്വാധീന ശക്തിയാണ്. രേഷ്മ, തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ റോഡ് ഷോ പുരോഗമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.